നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് IPL അതിനിർണായകമായ പോരാട്ടമാണ്. പ്ലേ ഓഫ് സാധ്യതകൾ ജ്വലിപ്പിക്കാൻ മുന്നോട്ടൊരു കാലെടുത്ത് വെക്കാൻ SRHും LSGയും തമ്മിൽ ഹൈദരാബാദിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുകയാണ്. ഇന്ന് വിജയിക്കുന്ന ടീമിന് 3ാം സ്ഥാനത്തേക്ക് എത്താൻ പറ്റും. തോൽക്കുന്ന ടീമിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വലിയ തിരിച്ചടിയുമാകും. അതുകൊണ്ട് ജീവൻ മരണ പോരാട്ടം എന്നൊക്കെ പറയാവുന്നൊരു കളിയാണ് ഇന്ന് നടക്കുന്നത്. പല ടീമുകളെയും ഈ റിസൾട്ട് ബാധിക്കുകയും ചെയ്യും എന്നതുകൂടി പരിഗണിക്കുമ്പോൾ എല്ലാവരും ആകാംക്ഷയോട് കൂടി ഉറ്റുനോക്കുന്ന മത്സരം തന്നെയാണിത്. LSGയുടെയും അതുപോലെ SRHിൻ്റെയും ടീം ന്യൂസും മറ്റു കാര്യങ്ങളുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. SRHിൻ്റെ ഭാഗത്ത് കഴിഞ്ഞ കളിയിൽ ഉമ്രാൻ മാലിക് ഇമ്പാക്റ്റ് സബായിട്ട് വരാൻ റെഡിയായിട്ട് റണ്ണപ്പൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിരുന്നെങ്കിലും ബാറ്റിംഗ് കൊളാപ്സ് സംഭവിച്ചപ്പോൾ സൻവീർ സിംഗിനെ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് ഇറക്കേണ്ടി വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കളിയിൽ അദ്ദേഹം കളിക്കാനുള്ളൊരു സാധ്യത കാണുന്ന ഒരു പക്ഷേ ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് തന്നെ വന്നേക്കും. പിന്നെ മാർക്കോ യെൻസൺ, അദ്ദേഹം കഴിഞ്ഞ കളിയിൽ വളരെ മോശമായിട്ടുള്ള അല്ലെങ്കിൽ അത്ര മികച്ചതല്ലാത്തൊരു പ്രകടനമാണ് നടത്തി. അദ്ദേഹത്തിന് പകരം ഗ്ലെൻ ഫിലിപ്സ് വരാനുള്ള സാധ്യത കൂടി കാണുന്നു. അങ്ങനെയെങ്കിൽ SRHിൻ്റെ പ്രോബിൾ ലൈനപ്പ് അഭിഷേക് ശർമ്മ, ട്രാവിസ് ഹെഡ്, മയങ്ക് അഗർവാൾ, നിതീഷ് കുമാർ റെഡ്ഡി, ഹെൻറിക് ക്ലാസൻ, മാർക്കോ യെൻസൺ ഓർ ഗ്ലെൻ ഫിലിപ്സ്. അവിടെ ഒരു സംശയമുണ്ട്. ദെൻ അബ്ദുൽ സമദ്, ഷഹബാസ് അഹമ്മദ്, പാറ്റ് കമിൻസ്, ഭുവനേശ്വർ കുമാർ, ടി നടരാജൻ. നമ്പർ 12 ഉമ്രാൻ മാലിക്കോ ജയദേവ് ഉനഡ്കഡോ വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. വരികയാണെങ്കിൽ അഭിഷേക് ശർമ്മയെ സ്വപ്പ് ചെയ്തുകൊണ്ടായിരിക്കും എത്തുക. അപ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുകയാണെങ്കിൽ അഭിഷേക് ശർമ്മ ഉണ്ടാകും, പിന്നെ ഈ ബൗളർമാരിൽ ഒരാൾ ഇറങ്ങും. അതല്ല ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ ഈ ബൗളർമാരിൽ ഒരാൾ കളിക്കും, പിന്നെ അദ്ദേഹത്തെ മാറ്റിക്കൊണ്ട് കളിച്ച താരത്തെ മാറ്റിക്കൊണ്ട് അഭിഷേക് ശർമ്മ ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തും. ലക്നൗ സൂപ്പർ ജയൻസിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞ കളിയിൽ മോസിൻ ഖാൻ ഫീൽഡ് ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തല ടർഫിൽ വെച്ച് ഇടിച്ചിട്ടുണ്ടായിരുന്നു. കൺകഷൻ സബ്ബൊക്കെ അവർ ഉപയോഗപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ കളിക്ക് അദ്ദേഹം ഹൈദരാബാദിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ട്. ക്വിൻ്റൻ ഡി കോക്കിന് ഒരു ചെറിയ നെഗിളുണ്ട്, അതുകൊണ്ട് അദ്ദേഹം എന്നും കളിക്കില്ല എന്നാണ് കരുതുന്നത്. ഹർഷൻ കുൽക്കർണി തന്നെ ഓപ്പണർ റോളിൽ വരാനുള്ള സാധ്യത കാണുന്നു. ഹർഷൻ കുൽക്കർണിയെയും യാഷ് താക്കൂറിനെയും വെച്ചുകൊണ്ടുള്ള ഇമ്പാക്റ്റ് സബ് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രോബിൾ 12ലേക്ക് വന്നാൽ KL രാഹുൽ, ഹർഷൻ കുൽക്കർണി, മാർക്കസ് സ്റ്റോയിനിസ്, ദീപക് ഹൂഡ, നിക്കോളാസ് പൂരൻ, ആഷ്ടൻ ടേണർ, ആയുഷ് ബദോനി, കൃണാൽ പാണ്ഡ്യ, രവി ബിഷ്ണോയി, നവീൻ ഉലക്ക്, മോസിൻ ഖാൻ. നമ്പർ 12 യാഷ് താക്കൂർ ഉണ്ടാവും. യാഷ് താക്കൂർ ബൗൾ ചെയ്യാൻ വേണ്ടി വരുമ്പോൾ ഹർഷൻ കുൽക്കർണിയെ മാറ്റും. അതുപോലെ ആദ്യം ബൗൾ ചെയ്യുകയാണെങ്കിൽ യാഷ് താക്കൂർ പ്ലേയിങ് ലെവലിൽ ഉണ്ടാവും, പിന്നെ ഹർഷൻ കുൽക്കർണി ബാറ്റ് ചെയ്യാൻ വേണ്ടി എത്തും. ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന പ്രോബിൾ 12. എന്തായാലും ഇന്ന് അതിനിർണായകമായിട്ടുള്ള പോരാട്ടമാണ്. കാത്തിരിക്കാം ആര് വിജയിക്കുമെന്ന് അറിയാൻ വേണ്ടി. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.